ഹിസാമുദ്ദീൻ അൽ-ബുഖാരി റളിയല്ലാഹു അൻഹു അടുക്കൽ ചെന്ന് ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആനിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ്. തഫാസീറുകൾ മുഴുവനും മനഃപ്പാഠമാക്കുകയാണ്, ഫിഖ് പഠിക്കുകയാണ്, ഹദീസുകൾ മനഃപ്പാഠമാക്കുകയാണ്, ദീനിന്റെ എല്ലാ ഫന്നുകളും പഠിച്ചെടുക്കുകയാണ്, ഖ്വാജാ തങ്ങൾ പഠിച്ചെടുക്കുകയാണ്. അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹാറൂൻ പട്ടണത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ടതായ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു അടുക്കൽ ചെന്നുകൊണ്ട് വിലായത്ത് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ കൂടുകയാണ്. 20 വർഷത്തോളം വലാസമാ ഉസ്മാനുൽ ഹാറൂനി 20 സന 20 വർഷത്തോളം അദ്ദേഹത്തിന്റെ അടുക്കൽ നിലകൊള്ളുകയാ. ജീവിതത്തെ തർബിയത്തെടുക്കുകയാണ്. ഉസ്മാനുൽ ഹാറൂനിയുടെ ജീവിതം പരിപൂർണമായി ഒപ്പിയെടുക്കുകയാണ്. ബറക്കത്ത് വേണ്ടേ, ജീവിതത്തിൽ ഖൈർ വേണ്ടേ, അതിനുവേണ്ടി ഉസ്താദിന്റെ അടുക്കൽ ശൈഖിന്റെ അടുക്കൽ 20 കൊല്ലം കൂടുകയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട മുഈനുദ്ദീൻ തങ്ങളുടെ മുരീദീങ്ങളിൽപ്പെട്ടതായ ഡൽഹിയിൽ വഫാത്തായി കിടക്കുന്ന ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാ. 70 വർഷം ഞാൻ എന്റെ ഉസ്താദിനെ ശ്രദ്ധിച്ചു നോക്കി. എന്റെ ഉസ്താദാകുന്ന ഖ്വാജാ തങ്ങൾ മുഈനുദ്ദീൻ തങ്ങള് പകല് മുഴുവനും നോമ്പാണ്, രാത്രി മുഴുവനും നമസ്കാരമാണ്, രാത്രി മുഴുവനും നമസ്കാരമാണ്. ഇശാഇനടുത്ത വുളൂ കൊണ്ട് സുബഹി നമസ്കരിക്കുന്ന മഹാനാണ്. എല്ലാ ദിവസവും വിശുദ്ധമായ ഖുർആൻ 2 പ്രാവശ്യം ഖത്മ തീർക്കുന്ന മഹാനാണ് എന്റെ ഉസ്താദ് എന്ന് ബഹുമാനപ്പെട്ട ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു ലോകരോട് വിളിച്ചു പറഞ്ഞുവെങ്കിൽ 70 വർഷത്തോളം പകല് മുഴുവനും നോമ്പ് പിടിച്ചവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? 70 വർഷത്തോളം രാത്രി മുഴുവനും നമസ്കരിച്ച ആളുകളെ നമുക്ക് പരിചയമുണ്ടോ? വിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഖത്മ 2 പ്രാവശ്യം തീർത്തവരെ നമുക്ക് പരിചയമുണ്ടോ? മാഷാ അല്ലാഹ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജീവിതം അല്ലാഹു നൽകിയത്? തന്റെ പ്രിയപ്പെട്ട ശൈഖായി ആദ്യമായി 15ാമത്തെ വയസ്സിൽ നാട്ടിലേക്ക് കടന്നു വന്നതായ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനു ഖന്തൂസി റളിയല്ലാഹു അൻഹു വായിലിട്ടുകൊണ്ട് ഉമിനീര് കലർത്തിക്കൊണ്ട് ചവച്ചെടുത്തതായ കേവലം ഒരു റൊട്ടി കഷ്ണം ഉള്ളിലേക്ക് ചെന്ന